നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ഏപ്രിൽ മാസം 14 മുതൽ 2027 ഏപ്രിൽ മാസം 13 വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷുഫലമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 14-ാം തീയതി രാവിലെ, അതായത് ചൊവ്വാഴ്ച 9:33 സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. മേട സംക്രമത്തിനെയാണല്ലോ വിഷു എന്ന് പറയുക. ഇടവ ലഗ്നമാണ്. അന്നത്തെ നക്ഷത്രം ചതയമാണ്. ഓരോ കൂറുകാർക്കും, അതായത് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഓരോ കൂറുകാർക്കും ഈ വിഷുഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 2025 കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത 2026 വിഷുഫലത്തിൽ, അതായത് 2026 ഏപ്രിൽ മാസം 14 ശേഷം 2027 ഏപ്രിൽ 13 സാമ്പത്തികമായി കുറച്ചുകൂടി ഭദ്രത കഴിഞ്ഞ വിഷുഫലത്തെ അപേക്ഷിച്ച് മേടക്കൂറിനുണ്ടാകണം. സ്വന്തം വീട് മോടി പിടിപ്പിക്കാനോ, വീട് വയ്ക്കാനോ, വീട് നിർമ്മിക്കാനോ, അല്ലെങ്കിൽ വീട് വാങ്ങുവാനോ, വസ്തു വാങ്ങുവാനോ, വാഹനം പുതിയത് വാങ്ങുവാനോ, സ്വന്തം ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് മാറി താമസിക്കുവാനോ, തറവാട് ഭാഗം വച്ച് നല്ലൊരു വിഹിതം ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനോ, അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഉയർച്ചയുണ്ടാകാനോ, വിദേശത്ത് പോകാനോ, വിദേശത്ത് പഠിക്കാൻ അടുത്ത ബന്ധുക്കൾക്കോ ആശ്രിതർക്കോ ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ വിഷുഫലത്തിൽ. പുതിയ വസ്ത്രം ലഭിക്കുക, പുതുവസ്ത്രം ലഭിക്കുക, പുതിയ വീട്ടുപകരണങ്ങൾ ലഭിക്കുക, പുതിയ സൗഹാർദ്ദങ്ങൾ ലഭിക്കുക, പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഉയർച്ചയുണ്ടാവുക, പ്രവർത്തന രംഗത്ത് തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഈ വിഷുഫലത്തിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അർപ്പിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സൗഹാർദ്ദങ്ങൾ കുറച്ചുകൂടി ശക്തമാകുന്നു. കുറച്ച് അധികം ആരോടും മിണ്ടാതെ, അല്ലെങ്കിൽ അധികം തങ്ങളുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ പങ്കുവയ്ക്കാതെ ഒക്കെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാർക്ക് ഒരല്പം മാറ്റം ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ വിഷുഫലത്തിൽ, ഈ വർഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷു ഫലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2026 ഏപ്രിൽ 14 മുതൽ 2027 ഏപ്രിൽ 13 കാലഘട്ടത്തെയാണ് ഈ വർഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ചില പുതിയ പ്രണയ സാധ്യതകൾ വിരിയുന്നുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്ക് മാറ്റം വരാം. പുതിയ ദമ്പതികൾക്ക് കുറച്ചുകൂടി മനസ്സന്തോഷത്തിനും മനസ്സല്ലാപത്തിനും ഇടയുണ്ടാകാം. വിദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ മറ്റ് മനോഹരമായ ഇടങ്ങളിലേക്കോ, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്കോ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതേ സ്ഥലത്തു തന്നെ ഏകദേശം നവംബർ മാസം വരെ ഇവർക്ക് സാമ്പത്തികമായ ഒരു മേന്മയുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ നവംബർ മാസത്തിന് ശേഷം ഒരല്പം പ്രശ്നമുണ്ടാകാം. അത് കഴിഞ്ഞാൽ പിന്നെ 2027 ജനുവരി തൊട്ട് 2027 ഏപ്രിലിനകമാണ് കൂടുതൽ സാമ്പത്തികമായൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകം മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് 2026 ഏപ്രിലിന് ശേഷം സാമ്പത്തികമായി കുറച്ച് മാറ്റമുണ്ടാകും. പ്രത്യേകിച്ചും 2026 ജൂണോടുകൂടി സാമ്പത്തികമായി നല്ല മാറ്റമുണ്ടാകും. നവംബറിന് ശേഷം വീണ്ടും ഒരു ചേഞ്ച് ഉണ്ട്. നവംബർ മുതൽ ഏതാണ്ട് ജനുവരി 16 വരെ, 2027 ജനുവരി 16 വരെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരല്പം ക്രമീകരണം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് സാമ്പത്തിക വിഷമങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ചിലപ്പോൾ ചില കടബാധ്യതകൾ വർദ്ധിക്കാം, അല്ലെങ്കിൽ കൃത്യമായി കൊടുത്തു തീർക്കേണ്ടവർക്ക് വാഗ്ദാനം നിറവേറ്റാതെ വരാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരാം. എന്നാൽ അങ്ങനെ വന്നാൽ പോലും 2027 ജനുവരി 12 ശേഷം അതിനൊരു മാറ്റം കാണുന്നുണ്ട്. ഏതാണ്ട് ഏപ്രിൽ മാസം വരെയും പിന്നെ സാമ്പത്തികമായ ഭദ്രതയാണ് കാണുന്നത്. അതുപോലെ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ജീവിത പങ്കാളി ധനപരമായ കാര്യങ്ങളിൽ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സഹായിക്കുമെന്ന് കാണുന്നു. വീട് വാങ്ങുന്നതിനും, വസ്തു വാങ്ങുന്നതിനും, വാഹനം പുതിയത് വാങ്ങുന്നതിനും, വീടിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷം മോടി പിടിപ്പിക്കുന്നതിനുമൊക്കെ ഈ സഹധർമ്മിണിയുടെ അല്ലെങ്കിൽ സഖാവിൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയുടെ ഗുണം, സാമ്പത്തിക ഗുണം അവരെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. മറ്റേതെങ്കിലും വിധത്തിൽ ചില പ്രശ്നങ്ങൾ ജീവിത പങ്കാളിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകമായി നവംബറിന് ശേഷം ചില കലഹമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നുകിൽ കലഹമുണ്ടായി പരസ്പരം മാറി നിൽക്കേണ്ട അവസ്ഥയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ശാരീരികമായ അസ്വാസ്ഥ്യമോ അപകട സാധ്യതയോ കൊണ്ട് കുറച്ചു കാലമെങ്കിലും കിടക്കപ്പായയിലാകേണ്ടി വരുന്ന ഒരവസ്ഥയോ കാണുന്നുണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അത് പ്രത്യേകം അതിനുവേണ്ടി ഉള്ള മുൻകരുതലുകൾ എടുക്കുക, പ്രാർത്ഥിക്കുക, അങ്ങേയറ്റത്തെ കരുതലോടുകൂടി ഓരോ
സാഹസിക കർമ്മങ്ങളും ചെയ്യുക. സാഹസിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സർക്കസ് അഭ്യാസിയെ പോലെ പ്രവർത്തിക്കുന്നവരെ മാത്രമല്ല സാഹസികം എന്ന് പറയുന്നത്. ഇന്ന് നിരത്തിൽ വാഹനം ഓടിക്കുന്നത് പോലും വളരെ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ നാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടാവുമല്ലോ. അവിടെയൊക്കെ സാഹസികമായ പല രംഗങ്ങളെയും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും കർമ്മസമയത്ത്. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യവും ചെയ്യാൻ ശ്രമിക്കുക. മേടക്കൂറിൽപ്പെട്ടവർക്ക് അപ്പോൾ ധനപരമായി നേട്ടം കാണുന്നുണ്ട്, കുടുംബസംബന്ധമായി നേട്ടം കാണുന്നുണ്ട്. അതുപോലെ പ്രോപ്പർട്ടി, വസ്തുവകകൾ, വാഹനം പുതിയതൊക്കെ വാങ്ങാൻ സാധിക്കുന്നു, പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നു, അതെല്ലാം കാണുന്നുണ്ട്. നവംബറിന് ശേഷം സാമ്പത്തിക ക്രമീകരണത്തിൽ കുറച്ച് മാറ്റം വരും. വീണ്ടും ജനുവരിക്ക് ശേഷം ഇവർക്ക് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക ദോഷവും പ്രശ്നങ്ങളുമൊന്നുമില്ല. പൊതുവേ അവർക്ക് ഗുണമാണ്. ഈ വർഷത്തിൽ അവർ ചെയ്യുന്ന പുതിയ വ്യാപാരങ്ങൾ, പ്രത്യേകിച്ചും ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം ചെയ്യുന്ന വ്യാപാരം വളരെ വലിയ ലാഭം കൊയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന മറ്റു വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി സംബന്ധമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ്സോ അതുമല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളോ ഒക്കെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകുന്നുവെന്ന് കാണുന്നു. അതായത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര ചേർന്ന ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ അവരുടെ വ്യാപാര രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. തൊഴിൽ കൂടാതെ ചെയ്യുന്ന, തൊഴിലിനോടൊപ്പം ചെയ്യുന്ന ചില സാമ്പത്തിക ലഭിക്കുന്ന മാർഗങ്ങളിൽ ഇവർക്ക് കൂടുതൽ വിജയമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത 2027 ജൂൺ വരെയും ഇവർക്ക് സാമ്പത്തിക കാര്യത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഏപ്രിൽ മാസം വരെ വിഷുവിൻ്റെ ഫലത്തിൽ നോക്കുമ്പോഴും കിട്ടാനുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും കാണുന്നില്ല. ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി വരെ ലഭിക്കാൻ, അതായത് തലമുറകളായി ഇവരിലേക്ക് കൈമാറി വരേണ്ടുന്ന വസ്തുവകകളും മറ്റ് സാമ്പത്തിക ഗുണങ്ങളും ഒക്കെ തന്നെ കൃത്യമായി ഈ പീരീഡിനുള്ളിൽ, ഈ വിഷുഫലത്തിനുള്ളിൽ ഇവർക്ക് ലഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പുതിയ ചില സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മേഖലകളിലേക്ക് ഇവരുടെ ശ്രദ്ധ തിരിയുമെന്ന് കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ചേർന്നോ അല്ലെങ്കിൽ സഹോദരസ്ഥാനത്തുള്ളവരുമായി ചേർന്നോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ചേർന്നോ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. പ്രത്യേകിച്ചും 2026 ജൂണിന് ശേഷം. അതുപോലെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് വ്യാപാര മേഖലയാണ്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ ഗുണമാണ്. എന്നാൽ പ്രവർത്തനങ്ങളിൽ ഇവർ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത കാണിച്ചാലും അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി തങ്ങളുടെ ഭാഗം ചെയ്താലും ഒടുവിൽ ഇവർക്ക് ചില വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നുള്ള ഒരു ശാപം കാണുന്നുണ്ട്. താരതമ്യേന മറ്റ് പരിഗണനകളും മറ്റ് ലാഭവും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അവഗണന അത്ര ഗണിക്കേണ്ടതില്ല എന്ന് വേണം എനിക്ക് ഇടവക്കൂറുകാരോട് പറയാനുള്ളത്. കാരണം അത് മനസ്സിനല്പം വിഷമമുണ്ടാക്കുമെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വിജയത്തെ അത് ബാധിക്കുകയോ സാമ്പത്തികം നേടുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യില്ല. കുറേ വാക്പയറ്റുണ്ടാകും, അതങ്ങ് കളഞ്ഞു പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു പ്രത്യേക രാശിക്കാർക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കുഴപ്പമാണ്. പല രാശിക്കാർക്കും മാറി മാറി വരുമ്പോൾ അതൊക്കെ സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്നാലും സാമ്പത്തികം നേടുന്ന കാര്യത്തിലും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും അവർക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ ബന്ധങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മുമ്പ് പിണങ്ങിയിരുന്ന ചില ബന്ധങ്ങൾ വീണ്ടും ഇണങ്ങാനുള്ള സാധ്യതയുണ്ട്. കലഹിച്ചു പോയി ഡിവോഴ്സിൻ്റെയൊക്കെ വേർപെടുന്നതിൻ്റെ വക്കിലെത്തിയ ബന്ധങ്ങൾ പോലും ചിലത് തിരിച്ചു വരുമെന്ന് കാണുന്നു. ഒരുപക്ഷേ പുതിയ സാമ്പത്തിക ഭദ്രതയും പുതിയ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കി ചിലർ തിരിച്ചു വരുന്നതാകാം. എന്നാലും കൃത്യമായ പരിഗണനയ്ക്ക് ശേഷം മാത്രമേ രണ്ടാമത് വരുന്ന വ്യക്തിയെ കൂടെ ചേർക്കാവൂ എന്ന് ഇടവക്കൂറുകാരോട് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. 2026 നവംബറിന് ശേഷം അവർക്ക് സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ ചതി നേരിടേണ്ടി വരുന്നതിനുള്ള ഗതികേട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ആടുന്ന അവസ്ഥയിൽ ഇവരൊന്നും കൂടെ കാണില്ല, ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ വരികയുള്ളൂ എന്നുള്ള സിദ്ധാന്തം മറക്കാതിരിക്കുക ഇടവക്കൂറുകാർ. അതുകൊണ്ട് സന്താപത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവൻ മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്നേഹിതനെന്നോ യഥാർത്ഥത്തിൽ കൂടെ നിൽക്കുന്ന പങ്കാളി എന്നോ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അത് കൃത്യമായി അറിഞ്ഞുകൊള്ളണം. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസം മുതൽ ഏതാണ്ട് ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തിക കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഉടനെ ലാഭം കിട്ടാത്ത കുറേ മേഖലകളിൽ അവർ പണം മുടക്കും എന്നും കാണുന്നു. ഒരുപക്ഷെ ഉടനെ ലാഭം കിട്ടാത്ത മേഖലകളിൽ
വലിയ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പണം മുടക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക മാന്ദ്യത ഈ പറയുന്ന നവംബറിനും ജനുവരിക്കും ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലാതെയുള്ളവർക്ക് അതിനുള്ള വഴി കാണുന്നില്ല. ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ സ്വന്തം വീട് നിർമ്മാണം, സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധവും ആരോഗ്യ സംബന്ധവുമായ കാര്യങ്ങൾ, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക്, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെയാണ് പണം മുടക്കേണ്ടി വരുന്നത്. അത്തരം പണം മുടക്കൽ ഒരിക്കലും ഒരു ലാഭം കിട്ടുന്ന ഏർപ്പാടല്ല, പക്ഷേ അത്യന്താപേക്ഷിതവുമാണ്. അതുകൊണ്ട് അതൊരു നഷ്ടക്കച്ചവടമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ ഏറ്റവും പ്രധാനം ഇടവക്കൂറിനെ കുറിച്ച് പറയാനുള്ളത് അവരുടെ പിതാവിന് ശാരീരികമായ ചില അവശത നവംബർ മാസത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖമുണ്ടാകാം. ത്രോട്ടിനോ ലോവർ അബ്ഡമിൻ വരെയുള്ള ഭാഗങ്ങൾ, ത്രോട്ട് മുതൽ ലോവർ അബ്ഡമിൻ വരെയുള്ള ഭാഗങ്ങളിൽ ശാരീരികമായ അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട ചില പഠനങ്ങളോ യാത്രകളോ നവംബറിന് മുമ്പ് നടത്തുന്നതായിരിക്കും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ലത്. നവംബറിന് ശേഷം ജനുവരി വരെ അതിൽ താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ജനുവരിക്ക് ശേഷം അത് വീണ്ടും നന്നായി മുന്നോട്ട് പോകും എന്ന് വേണം കണക്കാക്കാൻ. പൊതുവെ സാമ്പത്തിക ലാഭത്തിൻ്റെ കാര്യത്തിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലം നല്ലതാണ്. അതുപോലെ ബന്ധങ്ങൾ വീണ്ടും പൂവണിയുന്നതിൻ്റെ കാര്യത്തിലും നല്ലതാണ്. പക്ഷേ അത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അതിൽ കൃത്യതയുണ്ടോ ആത്മാർത്ഥതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിലും അബദ്ധം പറ്റരുത് എന്ന് മാത്രമേ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് ഈ വിഷുഫലത്തിൽ പറയാനുള്ളൂ. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവരുടെ മക്കളുടെ അല്ലെങ്കിൽ സന്താനങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളുടെയൊക്കെ തന്നെ, അടുത്ത തലമുറയിൽപ്പെട്ട വ്യക്തികളുടെയൊക്കെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും അവരുടെ മംഗളകർമ്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള താമസമോ മറ്റെന്തെങ്കിലും തടസ്സമോ ഉണ്ടായിരുന്നത് മാറുന്ന കാര്യത്തിലും ഈ വിഷുഫലം അവർക്ക് വളരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അനുകൂലമായ മാറ്റങ്ങൾ സന്താനങ്ങൾക്കും സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങളിലും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും നടക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അവരുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുന്നു. തങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റം, ജോലിയിൽ ഉയർച്ചയുണ്ടാവാം, അല്ലെങ്കിൽ ഉയർന്ന ജോലിയിൽ അപേക്ഷിച്ചിരുന്നവർക്ക് അത് കിട്ടാം. തൽക്കാലം ഈ വിഷുഫലത്തിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയോജനം അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവർക്ക് കൂടുതൽ പേരും അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവുറ്റതായി മാറുന്നതായും അതുപോലെ അതിൽ നിന്നുള്ള വർധനവ്, വേതന സംബന്ധമായ വർധനവ് അവർക്ക് വളരെ ആശ്വാസം നൽകുന്നതായും കാണുന്നുണ്ട്. പുതിയ ചില മേച്ചിൽപ്പുറങ്ങൾ അവർ കണ്ടെത്തുന്നു, പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കുന്നു. അതെല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർ ഏറ്റവും കൂടുതൽ ആരെയാണോ ആശ്രയിച്ചിരുന്നത്, ഏറ്റവും മോശപ്പെട്ട കാലത്തിൽ സാമ്പത്തികമായ കാര്യങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും ആരെയാണോ ആശ്രയിച്ചിരുന്നത്, ആ വ്യക്തികൾക്ക് ഈ നവംബർ 2ാം വാരം മുതൽ ചെറിയ ചില സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് പരാധീനതകളോ ഉണ്ടാവാം. അത്തരം ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റിയെന്നിരിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്താണോ ഈശ്വരീയമായ പ്രവൃത്തി, തങ്ങളെ ഒരു കാലഘട്ടത്തിൽ സഹായിച്ചിരുന്നവരെ തിരിച്ചു സഹായിക്കാനുള്ള സന്മനസ് ഏതൊരു സാഹചര്യത്തിലും ഉണ്ടാവണം എന്നുള്ള കാര്യം കൃത്യമായി മിഥുനക്കൂറിനോട് പറയുന്നു. അതല്ല എങ്കിൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം ഏകദേശം ജനുവരി മുതൽ ജൂൺ വരെ, 2027 ജനുവരി മുതൽ ജൂൺ വരെ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന സംബന്ധമായ കർമ്മമേഖലയിലുള്ള പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തടസ്സമോ പ്രശ്നമോ വീണ്ടും വരാം. അപ്പോൾ ഒരുപക്ഷേ കാലം അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ അവരോട് തിരിച്ചു ചോദിക്കുന്നതാവും ഉപകാരസ്മരണയില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരുന്നതാകാം. അതുകൊണ്ട് കൃത്യമായി മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. എന്താണോ തങ്ങൾക്ക് സഹായമായി കിട്ടിയത് അത്തരം സഹായങ്ങൾ മറ്റൊരാൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാനുള്ളൊരു സന്നദ്ധത മനസ്സിലുണ്ടാവണമെന്ന് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായി പറയുന്നു. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇവർ തൊഴിലിനോടൊപ്പം തന്നെ
ഒട്ടുമിക്ക മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ചില സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന വിധത്തിലുള്ള ചില കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അത്തരം കർമ്മ മേഖലയിൽ എന്തായാലും ഇവർക്ക് വലിയ വിജയം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും പുതിയ വസ്തു വാങ്ങലും ഒക്കെ തന്നെ കാണുന്നു. ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവരെയും ഇവർ നന്നായി സഹായിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ കുടുംബം ഭാഗം വയ്ക്കുന്നതിനോടനുബന്ധിച്ച് മാതാവിന് ചില ശാരീരികമായ അവശതകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിന് ചെറിയ ശാരീരിക അവശത എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നവർക്ക് ചിലപ്പോൾ അത് വളരെ വലിയ ഒരു അവസ്ഥയിലേക്ക് മാറിയേക്കാം. അല്ലാത്തവർക്ക് ചെറിയ തോതിലെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് ഈ നക്ഷത്രക്കാർക്കും അത് കാണുന്നുണ്ട്. അതുകൊണ്ട് പേശി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിന് മരുന്ന് അല്ലെങ്കിൽ അതിന് ആശുപത്രി സംബന്ധമായ പ്രതിവിധികൾ നേടുക എന്നുള്ളിടത്താണ് ഇവരോട് പറയാനുള്ളത്. മറ്റൊരു സവിശേഷത, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ മുൻകരുതലുകൾ എടുത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും ഈ പറയുന്ന നവംബർ 2ാം വാരം മുതൽ ഏകദേശം ഡിസംബർ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനുവരി ആദ്യം വാരം വരെയുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഓവർഡോസ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ തീരെ ശ്രദ്ധയില്ലാതെ എന്താണോ തങ്ങൾക്ക് കുറിപ്പടി സഹിതം ഡോക്ടർ വിശദീകരിച്ചു തന്ന കാര്യങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെ മരുന്ന് സേവ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണം. ശ്രദ്ധ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്. പലർക്കും ശ്രദ്ധ എന്ന് കേൾക്കുമ്പോൾ ഒരു അവഹേളനമാണ് തോന്നുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്കെന്തിനാണ്. അങ്ങനെയുള്ളവർ ശ്രദ്ധയില്ലാതെ തന്നെ ജീവിക്കട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവർക്ക് ശ്രദ്ധ വേണം എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ഇവരുടെ മനസ്സിൻ്റെ ആശങ്കകളൊക്കെ ഈ വിഷുഫലത്തിൽ പ്രത്യേകിച്ച് ഒരു ജൂലൈ അവസാന വാരത്തോടുകൂടി പൂർണ്ണമായും മാറുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇവരിൽ ഏകാന്തത അനുഭവിച്ചിരുന്നവർ, ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നവർ, ആ അവസ്ഥയ്ക്ക് അവർക്ക് മാറ്റം സംഭവിക്കുന്നതായി കാണുന്നു. ചിലർക്കെങ്കിലും പുതിയ കൂട്ടുകെട്ട് കിട്ടുന്നു. ചിലർ ആത്മീയമായ ചില പരിഹാരങ്ങളിലൂടെ വളരെ വലിയ ചില സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറുന്നു. ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഏകാന്തതയോ ഒന്നും ലവലേശം ബാധിക്കാത്ത തരത്തിൽ അവരുടെ വ്യക്തിത്വം കുറച്ചുകൂടി ദീപ്തമായ ഒരു അവസ്ഥയിലേക്ക് ഈശ്വരൻ കൈപിടിച്ചുയർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനുണ്ടായിരുന്ന രോഗാവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു. ഒന്നുകിൽ പിതാവിന് അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്ക്. അതുപോലെ മേലധികാരികളുമായി തർക്കമോ എന്തെങ്കിലും എതിരഭിപ്രായമോ ഉണ്ടായി ജോലിക്ക് പോകാത്തവർക്കോ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥ കാരണം മാനസിക വിഷം അനുഭവിക്കുന്നവർക്കോ മാറ്റമുണ്ടാകുന്നു. തൊഴിൽ സംബന്ധമായി ഗുണമാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കൃത്യമായ വരുമാന മാർഗം ഇവർക്ക് കിട്ടുന്നു. പ്രത്യേകിച്ചും നവംബറിന് ശേഷം അടുത്ത വർഷം ഏതാണ്ട് ഏപ്രിൽ മാസം വരെയും സാമ്പത്തികത്തിന് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ചിലവ് അധികരിച്ചിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഏകദേശം നവംബർ മാസം വരെ അധികരിച്ചിരിക്കുമെങ്കിലും പിന്നീടൊരു മാറ്റം കാണുന്നുണ്ട്. അതായത് 2026 നവംബറിന് ശേഷം സാമ്പത്തിക ചെലവഴിക്കുന്ന കാര്യത്തിലും വരുന്ന കാര്യത്തിലും അവർക്ക് കൃത്യമായ ചില കണക്കുകൾ സൂക്ഷിക്കാനും കുറേ പണമെങ്കിലും അവർക്ക് സംഭരിച്ചു വയ്ക്കാനും സാധിക്കുന്നതായിട്ട് കാണുന്നു. അതിനു മുമ്പ് ഈ പറയുന്ന തരത്തിൽ പണം കയ്യിൽ നിന്ന് ചോർന്നു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ അനാമത്ത് ചെലവുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നൊരു സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖമുണ്ടാകാം, പ്രത്യേകിച്ച് നവംബറിന് ശേഷം. അതുപോലെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴെങ്കിലും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് ഇല്ലാത്തത് പറയാം, അഭ്യൂഹങ്ങൾ പരത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് നവംബറിന് ശേഷം. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, യൂട്രസ് എന്നീ ഭാഗങ്ങളിൽ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്തെങ്കിലും ദോഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ ലോവർ അബ്ഡമിൻ ഭാഗത്തും ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തുമൊക്കെ ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് നവംബറിന് ശേഷം വലിയ ഗുണമാണ്. പൊതുവെ ഈ വിഷുഫലം ഇവർക്ക് സാമ്പത്തിക നേട്ടം കൂടുതലായി ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഔഷധ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ ഗുണമാണ് കാണുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും സാമ്പത്തിക ഗുണം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ സൂക്ഷിക്കണം. വിദ്യാർത്ഥികൾ നവംബറിന് ശേഷം ആണ് അവർക്ക് കുറച്ചുകൂടി ഗുണകരമായൊരവസ്ഥ കാണുന്നത്. മുഖം വളരെ സൂക്ഷിക്കണമെന്ന് കാണുന്നു. അതുപോലെ തന്നെ അഗ്നി, ഇലക്ട്രിസിറ്റി ഇതിനോട് പെരുമാറുമ്പോഴും വീട്ടിൽ അഗ്നിഭയത്തിന് സാധ്യതയും കാണുന്നു. അതുകൊണ്ട് വേസ്റ്റ്
ഒക്കെ കത്തിക്കുമ്പോഴും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ എന്ന് തന്നെ പറയുന്നു. ഇതൊക്കെയാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വിഷുബലത്തിൽ പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇവരുടെ ആശങ്കകൾക്കൊരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്നതാണ്. കാര്യങ്ങളെ സത്യസന്ധമായി തന്നെ നേരിടാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് മനസ്സിൻ്റെ ഭയം മാറുന്നു. മനസ്സിൻ്റെ ഭയം മാറുമ്പോൾ തന്നെ ജീവിതം കുറച്ചുകൂടി ആഹ്ലാദകരവും പ്രതീക്ഷകൾ കുറച്ചുകൂടി നിർഭരവുമാവും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള, പ്രവർത്തിച്ച് ജീവിക്കാനുള്ള, ശുഷ്കാന്തിയോടുകൂടി ജീവിക്കാനുള്ള അവരുടെ മനസാന്നിധ്യം കൈവരുന്നതായിട്ടാണ് കാണുന്നത്. അത് ഈ വിഷുഫലത്തിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കർമ്മരംഗത്തുള്ള ഇവരുടെ സവിശേഷതയാണ്. കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിച്ച് പഠിച്ച് ആസൂത്രണം ചെയ്ത് തങ്ങളുടെ കർമ്മ മേഖലയെ, പ്രവർത്തന മേഖലയെ കുറച്ചുകൂടി അവർ പ്രകാശമാനമുള്ളതാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തനത്തെ മറ്റുള്ളവർ വിലയിരുത്തുന്നു, വളരെ മൂല്യം അതിനുണ്ടാകുന്നു. മറ്റുള്ളവരുടെ വാഴ്ത്തപ്പെടലും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും മേലധികാരികളുടെ സത്മനോഭാവത്തിലുള്ള ഇടപെടലുമൊക്കെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നതായി വരുന്നു ഈ വിഷുഫലത്തിൽ. തങ്ങളെക്കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു ആലസ്യത്തിൻ്റെയും കൃത്യമായ സമയത്ത് വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തതിൻ്റെ അവസ്ഥയും ഒക്കെ തന്നെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ചിട്ടപ്പടി ജീവിക്കാനുള്ള, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്താലേ ഇനി ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകൂ, വിജയമുണ്ടാകൂ എന്നുള്ള അവരുടെ തീരുമാനത്തിന് വളരെ വലിയ വിലയാണ് ഈ വർഷം അവർക്ക് കിട്ടുന്നത്, ഈ വിഷുഫലത്തിൽ അവർക്ക് കിട്ടുന്നത്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ തന്നെ മനസ്സ് ഇവർക്ക് ശത്രുവായി നിന്നിരുന്നു. പല കാര്യങ്ങളിലും ആലസ്യമാണ് ഏറ്റവും പ്രധാനം, മടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിന് നവംബർ മാസത്തോടെ വലിയ മാറ്റമാണ് വരുന്നത്. അതുപോലെ ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ചിലവ് എന്ന് പറയുമ്പോൾ അത് അനാമത്തായിട്ടുള്ള ചിലവല്ല. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഒരുപക്ഷെ വീട് നിർമ്മാണത്തിന് പണം ചിലവഴിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണം ചിലവഴിച്ചേക്കാം. കുട്ടികളുടെ, ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ ചിങ്ങക്കൂറിൽപ്പെട്ടവരുടെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കോ, ജോലി സംബന്ധമായി ചെയ്യുന്ന പരീക്ഷകൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകളുടെയും കാര്യത്തിലുമൊക്കെ തന്നെ പണം ഇവർ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊന്നും ഒരു അനാമത്ത് ചെലവല്ല, ഇതൊന്നും ഒരു നഷ്ടപ്പെടലുമല്ല. നാളത്തേക്കുള്ള ഒരു കരുതലാണ് ഈ പണം മുടക്കൽ എല്ലാം തന്നെ എന്ന് ചിന്തിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പണം ഏറ്റവും നന്നായി അവർ വിനിയോഗിക്കുന്നു എന്ന് വേണം കാണാൻ. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കുറച്ചുകൂടി ആത്മീയമാകുന്നു ഇവരുടെ ജീവിതമെന്നാണ്. അത് പ്രായഭേദമന്യേ അതിന് മാറ്റങ്ങളുണ്ടാകാം. തീരെ യൗവനകാലത്തൊക്കെ ജീവിക്കുന്നവർ കുറച്ചുകൂടി ജീവിതത്തെ സീരിയസ് ആയി കാണാം. ഒരു ഘട്ടം കഴിഞ്ഞവർ ജീവിതത്തിൻ്റെ ഈ ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം തങ്ങളുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നത് ആത്മീയ നേട്ടങ്ങളാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് തിരിയാം. അങ്ങനെ ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റത്തിന് ഈ ഒരു വിഷുഫലം, ഈ ഒരു വിഷുവർഷം അവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്തായിരിക്കും പ്രശ്നമുണ്ടാകുക. അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ശാരീരികമായ അവശതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് നവംബറിന് ശേഷം ആ ശാരീരികമായ അവശതകൾക്ക് മാറ്റം വരാമെങ്കിലും നവംബർ മുതൽ അങ്ങോട്ട് പിന്നെ അവരുടെ തല, മുഖം ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രായഭേദമനുസരിച്ച് അത് കണ്ണുകൾക്കോ അതല്ലെങ്കിൽ ചെവികൾക്കോ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത വിദേശത്തു നിന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിദേശത്ത് വസിക്കുന്നെങ്കിൽ അവർക്കവിടെ വലിയ ഗുണമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇവിടെ വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും പുരോഗതി ഉണ്ടാകുന്നു. ആരോഗ്യ സംബന്ധമായി കുറച്ച് ദോഷമുണ്ട്, എന്നാൽ വൈകാരികമായും വൈചാരികമായും മാറ്റമുണ്ടാകുന്നുണ്ട്. ധനപരമായി നേടുന്ന കാര്യങ്ങളിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ വർഷം നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ദേവീ കടാക്ഷം, അനുഗ്രഹം അതൊക്കെയാണ് ഇവർക്ക് കാണുന്നത്. സാമ്പത്തികമായ വരവ് ഇവർക്ക് എന്തായാലും ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ശേഷം ഈ വിഷുവർഷം ഉണ്ടാകും. ഈ വിഷുവർഷം തുടങ്ങി 2 മാസത്തിന് ശേഷം നല്ല സാമ്പത്തികമായ വരവ് ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. തങ്ങൾ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന വലിയ ചില ബിസിനസ്സുകളോ വലിയ ചില പ്രവർത്തനങ്ങളോ കൃത്യമായി തുറന്നു പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ധനപരമായ വരവുണ്ടാവുകയും ചെയ്യുന്നു.
കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളോടൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നു. പ്രണയം സാഫല്യമടയുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാർക്കശ്യങ്ങൾക്ക് കുറവ് വരുന്നു. വിവാഹത്തിന് കൂടുതൽ ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ ഗുണകരമായ മുന്നേറ്റമുണ്ടാകുന്നു. പുതിയ ചില സങ്കേതങ്ങൾ കണ്ടെത്തുകയും അവിടെ പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലും അതുപോലെ തന്നെ അവിടുത്തെ പഠന ജോലി സംബന്ധമായ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നു. വീട്ടിലെ ഏറ്റവും കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായി ഉണ്ടായിരുന്ന കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ അവസാനിക്കുകയും അവരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും വീടിൻ്റെ ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ട് ഗുണപരമായ അവസ്ഥകൾ ഇവർക്ക് ലഭിക്കുകയും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. തൊട്ടടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ചിലപ്പോൾ ഒന്ന് മുഷിയാനും ഇടയുണ്ട്. പ്രത്യേകിച്ച് നവംബർ മാസത്തിന് ശേഷമാണത് കാണുന്നത്. അതുകൊണ്ട് പെരുമാറുന്ന കാര്യത്തിലൊക്കെ ഒരു നിഷ്കർഷ പാലിക്കുക. കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുമെങ്കിലും വീണ്ടും ചില ബാധ്യതകളിൽ ചെന്ന് പെടാൻ തക്കവണ്ണം സാമ്പത്തികം ക്രമീകരിക്കുന്ന കാര്യത്തിൽ അപാകതയുണ്ടാകും കന്നിക്കൂറുകാർക്ക്. അതും നവംബർ മാസത്തിന് ശേഷം ജനുവരിക്കകം വീണ്ടും പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ ദുരിതകാലത്തിൽ പണം എത്രമാത്രം അവർ കൊതിച്ചിരുന്നു എന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില ബേസിക് സ്വഭാവങ്ങൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട്. അത് വേണമെങ്കിൽ തിരിച്ചു വരാം നവംബറിന് ശേഷം ജനുവരിക്കുള്ളിൽ. അതുകൊണ്ട് പണം വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങേയറ്റത്തെ കരുതലോടുകൂടി സംഭരിച്ചു വയ്ക്കാനും ആവശ്യത്തിനു മാത്രം ഗുണമെങ്കിൽ മാത്രം ഉപയോഗിക്കാനും ശ്രമിക്കണം എന്ന് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. പ്രത്യേകിച്ചും നവംബർ മാസത്തിന് ശേഷം മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടാവാം നവംബർ മാസത്തിന് ശേഷം. അതുപോലെ തന്നെ ഇവരുടെ തന്നെ കാൽമുട്ട് കാൽഭാഗങ്ങൾ ഈ ഭാഗത്തെ ത്വക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാൽപാദത്തിന് നീര് പോലെയൊക്കെ വരിക, നഖങ്ങളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ലെങ്കിലും ഏറ്റവും പ്രധാനം മാതാവിൻ്റെ ദോഷാവസ്ഥയാണ്. ചിലർക്കെങ്കിലും രക്ഷാകർതൃ സ്ഥാനത്ത് മാതാവിനോളം തുല്യമായി പിതാവ് നിൽക്കുന്നെങ്കിൽ അവർക്കും ദോഷം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് വളരെ മംഗളകരമായ ചില ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. തങ്ങളുടെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സൗഹാർദ്ദങ്ങൾക്കോ ഒക്കെ മംഗളകരമായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷുവർഷം കൂടിയാണ് ഈ വർഷത്തെ വിഷു എന്ന് പ്രത്യേകമായി പറയുന്നു. ഇതാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇവർ കാൽപാദങ്ങളും കാൽമുട്ടുകളും ശ്രദ്ധിക്കണം. മൂവ്മെൻറ്റ് കുറഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരികമായ അവശത വരാം, അതും ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രത്യേകമായി പറയാനുള്ളത്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഏറ്റവും സവിശേഷമായ ഒന്ന്, കഴിഞ്ഞ വിഷുഫലത്തിലൊക്കെയാണ് ഇവർക്കൊരു മാറ്റം വന്നത്. അതായത് 2025 ഏപ്രിലിന് ശേഷമാണ് കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന രോഗങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു മാറ്റമുണ്ടായത്. ഏപ്രിലിന് ശേഷം, ഏപ്രിൽ തൊട്ടല്ലെങ്കിലും ഏപ്രിൽ കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ. എന്നാൽ ഈ ഏപ്രിൽ മുതൽ ഇവർക്ക് ബാധ്യതകളും പ്രശ്നങ്ങൾക്കും ഒരു ശമനം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാധ്യതകളെയും പ്രശ്നങ്ങളെയും നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള പുതിയ ചില സന്നാഹങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിന് കുറേയൊക്കെ ആശ്വാസം വന്നിട്ടുണ്ട്. എന്നാൽ ഈ വിഷുഫലം മുതൽ അതിനൊരു സാധ്യത കാണുന്നുണ്ട്. കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ കടബാധ്യതയിൽ നിന്ന് മോചനം നേടാൻ തക്കവണ്ണവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണവുമുള്ള പുതിയ കർമ്മപദ്ധതികൾ ആരംഭിക്കുന്നു, കൃത്യമായി സാക്ഷാത്കരിക്കപ്പെടുന്നു ഏപ്രിൽ മുതൽ എന്ന് കാണുന്നു. ഏപ്രിൽ പകുതി മുതൽ, അതായത് ഈ വിഷുവർഷം മുതൽ അത് കാണുന്നു. അതുപോലെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഇത് കർമ്മത്തിൽ ഇനി ഇവർക്ക് പ്രതിഫലിക്കുന്നത് കാണാം. വീട്ടിലെ വളരെ വേണ്ടപ്പെട്ടവരുടെ ചില ഇടപെടലുകൾ ഇവർക്ക് വളരെ മനസമാധാനത്തിനും അതുപോലെ ശാന്തിക്കും ഇട നൽകുന്നു. ആരൊക്കെയോ ഏതൊക്കെയോ വിധത്തിൽ ഇവരെ ശത്രുതയോടുകൂടി കണ്ടിരുന്നെങ്കിലും അപഹാസ്യതയോടുകൂടി കണ്ടിരുന്നെങ്കിലും അതിനൊക്കെ മാറ്റം വരുന്നു. തുടർന്ന് വരുന്ന വിഷുബലങ്ങൾ, 1-2 വിഷുബലങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടവും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ അടിത്തറയാണ് ഈ വിഷുവർഷം എന്ന് ചിന്തിക്കുക തുലാക്കൂറുകാർ. കഴിഞ്ഞ കുറേ കാലമുണ്ടായിരുന്ന വിവിധ രംഗങ്ങളിലെ തടസ്സങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. അതുപോലെ ഇവരുടെ ഊർജ്ജസ്വലതയും മനസ്സിൻ്റെ ഒരു ചടുലത്വവും ഒക്കെ കുറേ കാലമായി മങ്ങിക്കിടക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് വീണ്ടും വളരെ ആക്റ്റീവായി വളരെ
ഊർജ്ജസ്വലതയോടുകൂടി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരവസ്ഥ ഇവർക്ക് കൈവരുന്നു. കഴിഞ്ഞ സന്താനങ്ങളെ കുറിച്ച് ഓർത്തിരുന്ന ഏതെങ്കിലും വൈഷമ്യങ്ങളോ സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ എന്തെങ്കിലും തടസ്സമോ ഉണ്ടായിരുന്നതിന് മാറ്റം വരുന്നു. ഈ വർഷം അവർക്ക് കൂടി ഗുണമാണ്. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കോ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ കുറച്ചുകൂടി ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും 2027 ഏപ്രിലിനുള്ളിൽ ഇവർക്ക് കുറേ കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നു. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, വൈകാരിക ബന്ധങ്ങളിൽ കുറച്ചുകൂടി വൈകാരിക പൂർണ്ണത വരുന്നു. അതുപോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന പരാജയവും തോൽവിയുമെല്ലാം മാറി അതിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു. സന്താനങ്ങൾ, അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇവരോടൊപ്പം വിജയത്തിലേക്ക് കുതിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായ അസ്വസ്ഥത ഇവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇവരുടെ ലോവർ അബ്ഡമിൻ ഭാഗം, അതായത് ലിവർ, പാൻക്രിയാസ് തുടങ്ങിയ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. കുറേ കാലമായി അനുഭവിച്ചിരുന്ന പിരിമുറുക്കത്തിൻ്റെ ഫലമായി പൈൽസോ ഫിസ്റ്റുലയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റായിട്ടുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വയറിന് കൃത്യമായി എക്സസൈസ് ഒന്നും ചെയ്യാത്തവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉദരഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നട്ടെല്ലിൻ്റെ പിൻഭാഗത്തിനുമൊക്കെ, നട്ടെല്ലിൻ്റെ മൂലാധാര ഭാഗത്തുമൊക്കെ എന്തെങ്കിലും അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതാണ് ഈ വിഷു വർഷത്തിൽ തുലാക്കൂറിന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു വർഷത്തിൽ മംഗളകർമ്മമാണ് ഏറ്റവും പ്രധാനമായി നടക്കുക. മംഗളകർമ്മം എന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറേ കാലമായി അന്വേഷണം, ആ വ്യക്തിയോ ആ വ്യക്തിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോ ശ്രമിക്കുന്നെങ്കിൽ അതിന് വിജയകരമായൊരു പൂർത്തീകരണം ഉണ്ടാവും. അതുപോലെ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പുതിയ ചില സംരംഭങ്ങൾ നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അതും കൃത്യമായി ഈ വിഷുവർഷത്തിൽ സാധ്യമാവും. വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംരംഭങ്ങൾക്ക് പച്ചക്കൊടി കിട്ടും. അതുപോലെ അവരുടെ സാമ്പത്തിക വരവിന് ആധാരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി കർമ്മം, അവരുടെ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും അതിൽ നിന്ന് അവർക്ക് പണം ലഭിക്കുകയും ചെയ്യും. പ്രണയത്തിൻ്റെ കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്, പുരോഗതിയിലുള്ള മാറ്റമാണ് കാണുന്നത്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അതിന് വളരെ പച്ചക്കൊടി കിട്ടുന്ന കാര്യത്തിൽ പറഞ്ഞു. പൊതുവേ ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഇവരുടെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ഇവരുടെ കാര്യത്തിൽ വളരെ താല്പര്യം വരികയും അവരും കൂടി പങ്കുകൊണ്ടുകൊണ്ട് ഇവരുടെ പല വിജയങ്ങളിലും ഒരു വലിയ താങ്ങായി നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചിലപ്പോൾ ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാം. പ്രത്യേകിച്ച് ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, അലർജി അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമോ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവരുടെ ജീവിതത്തിലെ ഇവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ ചില സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. ചിലരെങ്കിലും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദരിമാർ അവരുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് ജീവിതം തുടങ്ങിയേക്കാം. ചിലപ്പോൾ ഇവരെ അറിയിക്കാതെയാവാം. അറിഞ്ഞുകൊണ്ടായാലും നിസ്സഹായരായി നോക്കി നിൽക്കാനേ സാധിക്കൂ. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ പുതിയ കാലമാണ്, ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല. രണ്ടുപേർ പരസ്പരം ഒരുമിച്ച് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്, മരിക്കാനോ നശിക്കാനോ അല്ല, ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കുക. അവർ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, അതിന് സന്ദർഭമനുസരിച്ച് സഹായിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അല്ലാതെ ആരുടെയും മേൽ കുതിര കയറലല്ലോ ജീവിതം. അവനവൻ്റെ ജീവിതം അവനവനാണ് ആഹ്ലാദിക്കേണ്ടതും അതിൽ തീരുമാനമെടുക്കേണ്ടതും. അപ്പോൾ അതിനെ അവർക്ക് വിട്ടുകൊടുക്കുക. തീരെ അപ്രായോഗികമായ കാര്യങ്ങളിൽ ഉപദേശിക്കാം എന്നല്ലാതെ അരുത് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അങ്ങനെ ചില കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. എന്നാൽ പോലും അതിലൊന്നും വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതായി കാണുന്നില്ല. മാതാവിന് ശാരീരികമായ അവശത നവംബർ മാസത്തിനുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ടും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നവംബർ മാസത്തിനുള്ളിൽ സംഭവിക്കാം. അതിനുശേഷം അതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ഞാനീ പറയുന്ന വൈവാഹികമായ സംഭവം, പ്രത്യേകിച്ച് സഹോദരി സ്ഥാനത്തോ സഹോദര സ്ഥാനത്തോ ഉള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതും നവംബറിന് ശേഷം നടക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇതൊക്കെയാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവർഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലത്തെ ഇല്ലായ്മകൾക്ക് പരിഹാരമുണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് അവരുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കുറവുകൾ മറ്റൊരാളോട് പരാതിയായോ ഒന്നും പറയാതെ സ്വയം ഉള്ളിലിട്ടിങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പ്രതിഫലനങ്ങൾ അവരുടെ മാനസിക ശാരീരിക
പെരുമാറ്റങ്ങളിൽ കൃത്യമായി കാണാനും സാധിക്കും. പക്ഷേ അത്തരം കാര്യങ്ങൾക്കൊരു അറുതി ഉണ്ടാകുന്നതായി കാണുന്നു. കൃത്യമായി അവരുടെ എതിർഭാഗത്തു നിന്നിരുന്ന അല്ലെങ്കിൽ ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന അല്ലെങ്കിൽ അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊരു ശമനം ഉണ്ടാകുന്നതായി കാണുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായി അനുകൂലമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്ക് മെയ് ജൂൺ മാസത്തിനകത്ത് വളരെ ചില ഭാഗ്യമുണ്ടാകുന്നതായി കാണുന്നു. ചിലപ്പോൾ ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ കിട്ടാനുണ്ടായിരുന്ന പണം ഒരുമിച്ച് കിട്ടാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏജൻസികൾക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾക്ക് ഒരു സമ്മാനമായി കിട്ടുകയൊക്കെ ചെയ്യുന്ന കുറേ പണമോ മറ്റു വസ്തുക്കളോ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നവംബറിന് ശേഷം വീണ്ടും സാമ്പത്തിക നേട്ടം, ഏതാണ്ട് ജൂണിന് ശേഷം നവംബർ വരെ അപ്രതീക്ഷിതമായിട്ട് ചില സാമ്പത്തിക പരാധീനതകൾ വരുമെങ്കിലും അതൊന്നും ശാശ്വതമല്ല. മറ്റേതെങ്കിലും തരത്തിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നവംബറിന് ശേഷം വീണ്ടും വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് കാണുന്നുണ്ട്. ഈ സാമ്പത്തിക നേട്ടം മാത്രമല്ല ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണം നൽകുന്നത്, അവരുടെ വൈകാരിക ജീവിതത്തിലുണ്ടായിരുന്ന ആഘാതങ്ങൾക്ക് കുറവ് വരുന്നു. കുറച്ചുകൂടി മനസ്സിനിഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹകരിക്കാനും അത്തരം കാര്യങ്ങളുമൊത്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കയ്പുകളൊക്കെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനേതെങ്കിലും വിധത്തിലുള്ള ഒരു തീർപ്പും സമാധാനവും ഉണ്ടാകുന്നു. അതുപോലെ ചില പ്രണയബന്ധങ്ങളിൽ വല്ലാത്ത കലഹമോ പ്രശ്നമോ ഉണ്ടായിരുന്നവർ അതൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ഒരുമിക്കാൻ സാധിക്കുന്നു. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നു. പാടെ നശിച്ചു പോയത് മാറുകയും പുതിയത് തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ബന്ധുക്കളുടെയോ മക്കളുടെയോ ആശ്രിതരുടെയൊക്കെ ജീവിതം കുറച്ചുകൂടി പുഷ്കലമാകുന്നു. അവർക്ക് പുതിയ ജോലിയോ സാമ്പത്തിക നേട്ടമോ അവിടെ സ്ഥിരമായി വസിക്കാനോ ഒക്കെ ഉള്ള ഏർപ്പാടുകൾ വളരെ അനുകൂലമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് പൊതുവേ ഈ വിഷുവർഷം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് 2026 നവംബറിന് ശേഷം 2027 ഏതാണ്ട് ജനുവരി വരെയും പിന്നെ ഏപ്രിൽ മുതൽ അങ്ങോട്ട് ജൂൺ വരെയും ഒക്കെ ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒക്കെ ഗുണമാണ് കാണുന്നത്. ഏപ്രിൽ മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് നവംബറിന് ശേഷം വലിയ ഗുണം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും തങ്ങളുടെ പൊതുവെയുള്ള വ്യക്തിത്വത്തിന് കുറച്ചുകൂടി പരിഗണനയും സമൂഹത്തിൽ വിലയുമൊക്കെ ഉണ്ടാവുകയും മനസ്സിന് വളരെ വലിയ സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ധനുക്കൂറിനെ സംബന്ധിച്ച് ഈ വിഷുവർഷത്തിൽ പറയാനുള്ളത്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാന സവിശേഷത, വളരെ സൂക്ഷിച്ച് ഇവർ മുഖത്ത് ഈ ലേപനങ്ങൾ പുരട്ടുന്നതും അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും അടുക്കളയിൽ തീയോടടുത്ത് പെരുമാറുമ്പോഴും ഒക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് പറയുന്നു. മുഖ രോഗങ്ങൾക്കോ മുഖ അപകടങ്ങൾക്കോ സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട്. അതാണ് ധനുക്കൂറിനോട് പറയാനുള്ളത്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അനുകൂലമായി വരുന്നൊരു വർഷമാണിത്. പഴയ തടസ്സങ്ങളൊക്കെ മാറുന്നു. കുറച്ചുകൂടി വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അത് വിജയത്തിലെത്തിക്കുകയും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. ജീവിത പങ്കാളിക്ക് കൃത്യമായ വരുമാന മാർഗമുണ്ടാകുന്നു, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു. തങ്ങളുടെ ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെയോ സഹോദര സ്ഥാനത്തുള്ളവരുടെയോ സഹോദരി സ്ഥാനത്തുള്ളവരുടെയോ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിക്കുന്നു. വിവാഹം നടക്കുന്നു. മംഗളകർമ്മങ്ങൾ നടക്കുന്നു. വീടിൻ്റെ പാലുകാച്ച്, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ പുതിയത് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കാനും അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് ഇടപഴകാനും സാധിക്കുന്നതായി കാണുന്നു. കനത്ത സാമ്പത്തിക ലാഭമുണ്ടാകുന്നു പല കർമ്മങ്ങളിൽ നിന്നും. സ്വന്തം വീട് നിർമ്മാണത്തിന് സാധ്യമാവുന്നു. പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കുന്നു. വീട്ടുപകരണങ്ങൾ, പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നു. 2026 ഏപ്രിൽ മാസം മുതൽ 2026 നവംബർ വരെ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. 2026 നവംബറിന് ശേഷം സാമ്പത്തികത്തിൽ കുറവൊന്നും വരില്ലെങ്കിലും വീണ്ടും ജനുവരിക്ക് ശേഷം നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് അതിന് കച്ചവടമുണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണമാണ് കാണുന്നത്. വിദേശത്ത് ജോലി ലഭിക്കുക, പഠിക്കാൻ അവസരം ലഭിക്കുക, അവിടെ താമസിക്കാൻ സാധിക്കുക, ഇതിനൊക്കെ അവസരമൊരുങ്ങുന്നു. ശരീരത്തിൽ രോഗാവസ്ഥയും എന്തെങ്കിലുമൊക്കെ അണുബാധയും ഏൽക്കാനുള്ള സാധ്യതയാണ് നെഗറ്റീവായി ഇവരെ ഈ വിഷുവർഷത്തിൽ ബാധിക്കാനുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ.
ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ ത്വക്കിനെന്തെങ്കിലും കളർ ടോൺ ഉണ്ടാവുക, അതുപോലെ എക്സിമ പോലെയൊക്കെയുള്ള ചൊറിച്ചിൽ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടത് അപവാദ പ്രചാരണങ്ങളെയാണ്. തങ്ങളെക്കുറിച്ച് മോശപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് സ്വാഭാവികമായും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ദാമ്പത്യത്തിൽ ഒരു വിള്ളലുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും മോറലായി ഏറ്റവും സുതാര്യമായി ജീവിക്കുക, തങ്ങൾക്കൊരു മറയില്ലാതെ തങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ മറ്റുള്ളവർക്കറിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ലാത്ത മട്ടിൽ മാതൃകാപരമാണ് എന്നുള്ളൊരവസ്ഥ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് നാളെ ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്തായാലും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും വിദേശം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആനുകൂല്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ത്വക്ക് രോഗം അല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ, പിന്നെ ഈ പറയുന്നത് പോലെ നെഗറ്റീവായിട്ട് തങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്ന അവസ്ഥയും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ഈ വിഷുവർഷത്തിൽ. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക നേട്ടങ്ങൾ ഈ വർഷത്തിൽ, ഈ വിഷുവർഷത്തിൽ കൂടുതലായി ഉണ്ടാവുമെന്ന് കാണുന്നു. കൃത്യമായി അവരുടെ ഭവനം നിർമ്മിക്കുക, അതുപോലെ തന്നെ നല്ല ജോലി സമ്പാദിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക, വാഹനം പുതിയത് വാങ്ങുക, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വീട്ടിലേക്ക് താമസം മാറുക, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറുക. അത് ചിലപ്പോൾ വിദേശത്തേക്കാകാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ചുകൂടി ജോലി സംബന്ധമായും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നിലവാര സംബന്ധമായും ഒക്കെ കുറച്ചുകൂടി ഉയർന്ന ഒരു സ്ഥലത്തേക്ക് മാറാനുള്ള അവസരം ഇതൊക്കെ ഉണ്ടാകും. പുതിയ വാഹനം വരാം, പുതിയ വസ്ത്രം വരാം, പുതിയ വീട്ടുപകരണങ്ങൾ വരാം, സൗഹാർദ്ദങ്ങൾ കുറച്ചുകൂടി വർദ്ധിക്കാം, പുതിയ ബന്ധങ്ങൾ വരാം. ഒരുപക്ഷേ ജീവിതത്തിൽ പഴയ കലഹത്തിൻ്റെയും സംശയത്തിൻ്റെയും വഴികളിലൂടെ പോയിരുന്ന ബന്ധങ്ങൾ മാറുകയും പുതിയത് വരികയും ചെയ്യാം. അതുപോലെ തങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ കുറച്ചുകൂടി സീരിയസ് കൂടുതൽ മുകൾ തട്ടിലൊക്കെ വിഹരിക്കുന്നവരുമായി ബന്ധങ്ങൾ വരാം, രാഷ്ട്രീയ അധികാര വർഗങ്ങളോടൊക്കെ ബന്ധങ്ങൾ വരാം, ഉയർന്ന തലപ്പത്തുള്ളവരോട് ബന്ധങ്ങൾ വരാം. അതുവഴി ഇവർക്ക് ഇവരുടെ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ എപ്പോഴും ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു നിസാര പ്രശ്നം മതി ഇവർക്ക് എപ്പോഴും ഇവരുടെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ പോറലേൽപ്പിക്കുന്ന ചില അവസരങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് അല്ലെങ്കിൽ പഴയ ചില വ്യക്തികൾക്ക്, പഴയ ചില സംഭവങ്ങൾക്ക് നിസാരമായി സാധിക്കുമെന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക. അപ്പോൾ അതിനെ രക്ഷപ്പെടാനായിട്ട് ചെയ്യേണ്ടത് ഒരു അഹങ്കാരത്തിൻ്റെ മട്ടിൽ ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് പഴയ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ പഴയ ചില കാലത്തിൻ്റെ ചില നിഴലുകൾ തങ്ങളെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് സാവധാനം എല്ലാം വളരെ ക്രമീകരണത്തോടുകൂടി അഹങ്കാര ലേശമന്യേ ചെയ്യണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വേണം. ഏഴരശനി പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അത് 2027 ജൂണിലേ മാറൂ. വ്യാഴം 5-ലാണെങ്കിലും 6-ലേക്ക് പോകുന്നു. 6-ലേക്ക് പോകുമ്പോൾ ഉച്ചസ്ഥാനമായതുകൊണ്ട് വലിയ ദോഷം വരില്ല എങ്കിലും മറ്റു കാര്യങ്ങൾ ഇവർക്ക് നേട്ടമാണ്. സാമ്പത്തികമായിട്ട് ഇവർക്ക് പണം കടം കൊടുക്കരുത് എന്നുള്ളതാണ് ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായി പറയാനുള്ളത്. പണം കടം കൊടുത്താൽ ആ വ്യക്തി ശത്രുവാകും നിസ്സംശയം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇതും ഇവർക്ക് വേണ്ട. എന്തെന്നാൽ ഒന്ന്, പണം ആർക്ക് കൊടുത്താൽ അയാൾ നാളത്തെ ശത്രുവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ചില സ്ത്രീകൾ പണം വാങ്ങുകയും അതുവഴി ഇവർക്ക് ശത്രുതയുണ്ടാവുകയും, ശത്രുത മാത്രമല്ല ചിലപ്പോൾ അത് മറ്റു ചില മാനനഷ്ട കേസിലേക്കൊക്കെ പോവുകയും ചെയ്യാം. അതുകൊണ്ട് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പണം മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പാലിക്കണം. അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. കൊടുത്താൽ പറ്റുമെങ്കിൽ അത് കളഞ്ഞേക്കുക എന്നുള്ളൊരു ചിന്തയാണ് നല്ലത്. അതുമായി ബന്ധപ്പെട്ടൊരു വഴക്കിലേക്കോ പ്രശ്നങ്ങളിലേക്കോ നീങ്ങുന്നത് എപ്പോഴും ആ നക്ഷത്രക്കാർക്ക്, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെയാണ് ദോഷമുണ്ടാവാനുള്ള സാധ്യത. അതുപോലെ ഉദരസംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുംഭക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായോ ലോവർ അബ്ഡമിൻ ഭാഗത്തോ പ്രശ്നങ്ങളുണ്ടാകാം. പുരുഷന്മാർക്കും ഇതേ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാകാം. അൾസറോ പൈൽസോ ഫിസ്റ്റുലയോ ഒക്കെ വരാം. നവംബറിന് ശേഷം മാറ്റങ്ങൾ കുറച്ചുകൂടി വരും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റമുണ്ട്. അതുപോലെ ജീവിതത്തിൽ കുറച്ചുകൂടി സാമ്പത്തിക നേട്ടമുണ്ടാവുകയും വിഷുവർഷത്തിൻ്റെ കൂടുതൽ ഗുണങ്ങൾ നവംബറിന് ശേഷമായിരിക്കും കുംഭക്കൂറിന് അനുഭവപ്പെടുക. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ഇവരുടെ കർമ്മരംഗത്തുണ്ടാകുന്ന ചടുലതയാണ്. ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. നല്ല വരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നു.
ഏറ്റവും നന്നായി പ്രവർത്തന രംഗത്ത് നിലകൊള്ളുകയും അതിൽ ഒരുപാട് വിജയമുണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക വർധനവ് നിസ്സംശയം ഇവരിലേക്ക് വന്നു ചേരും. അത് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവർഷത്തിൽ കാണുന്നുണ്ട്. അതുപോലെ മെയ് ജൂണിന് ശേഷം ഇവർക്കുണ്ടാകാവുന്ന സാമ്പത്തിക വർധനവും പ്രവർത്തനത്തിലെ വിജയവും ഭാഗ്യവും ഒക്കെ തന്നെ ജീവിതത്തിൻ്റെ ഗുണങ്ങളാണ്. സന്താനങ്ങളുടെ പല പ്രശ്നങ്ങളും മാറുന്നു, വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നു. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരുന്നു. മനസ്സിനൊരു സമാധാനവും ശാന്തിയും വരുന്നു. മൊത്തത്തിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പൊതുവെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങളുടെ കാരണം കണ്ടെത്തുകയും അത് പരിഹരിച്ചുകൊണ്ട് ഭാവിയിൽ അങ്ങനെ ഒരവസ്ഥ ഇനിയും നേരിടരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ജീവിക്കാനുള്ള ഒരു ത്വര ഇവർക്ക് ഈ വിഷുവർഷത്തിൽ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും നവംബറിന് മുമ്പ് തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് വളരെ സജ്ജമാവുന്നു. അത് ആത്മീയപരമായ ഒരു മാറ്റമാണ്, അതിനോടൊപ്പം തന്നെ ബുദ്ധിപരമായ ഒരു ഉയർച്ചയുമാണ്. അതുകൊണ്ട് തന്നെ വൈകാരികമായ ചെറിയ ചെറിയ കുടുക്കുകളിൽ ചെന്ന് പെടാതെ മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി മീനക്കൂർ ആർജിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്തും വരുമാന രംഗത്തും വലിയ മാറ്റം, അനുകൂലമായ മാറ്റമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് ഇവർക്ക് ഗുണമുണ്ടാകുന്നു. നവംബർ മാസം വരെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്കോ കണ്ടുപിടിക്കാനാവാത്ത ചില ഹിഡൻ ഡിസീസിനുമൊക്കെ കാരണങ്ങൾ ഉണ്ടായേക്കാം. നിസ്സാര സംഭവങ്ങളാവും മിക്കതും. പക്ഷേ നവംബറിന് ശേഷമാണ് അത്തരം അസുഖങ്ങളിൽ നിന്നോ ആശങ്കകളിൽ നിന്നോ മീനക്കൂറിനൊരു മാറ്റം വരിക. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ശാരീരികമായ അവശത, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ വാഹന സംബന്ധമായോ എന്തെങ്കിലും അപകട സാധ്യതയും ഭാരമുള്ള വസ്തുക്കളാലോ മൂർച്ചയുള്ള വസ്തുക്കളാലോ ഒക്കെ മുറിവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ഈശ്വരീയമായ അനുഗ്രഹം, തങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള വർധനവ്, ഇതെല്ലാം തന്നെ ഇവരെ ഈ ദുരൂഹതയിൽ നിന്നും അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് അനുഭവപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ സഹായിക്കുന്നു. ഒരനുഗ്രഹമായി മാറുന്നു ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ദോഷവശങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കുമെന്ന് വേണം ചിന്തിക്കാൻ. എല്ലാവർക്കും ഐശ്വര്യസമ്പന്നമായ ഒരു വിഷുബലമാവട്ടെ ഈ വർഷമെന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.